welcome to another fabulous episode of Raja Patt. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രവ്യധാര മധുരാരവം 2025 തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ. അടുത്ത ദിവസം ഞാൻ സെലിബ്രേഷൻ്റെ വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഞാനത് വൈൻഡപ്പ് ചെയ്തത് എന്ന് തോന്നുന്നു. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരു കഥ പറയാനാണ് വന്നത്. ഓക്കെ, ആ കഥ എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കണം. രാജാപ്പാട്ട് എന്ന പേരും ഇന്നേ വരെ ഈ ചാനലിൽ നിന്ന് ഒരു പാട്ട് കേട്ടിട്ടുമില്ല. ഇപ്പം കഥയോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങൾ ഈ ഇൻട്രോ കണ്ടിട്ട് വരും. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. റേഡിയോ മലബാർ ശ്രോതാക്കളുടെ കൂട്ടായ്മ ശ്രവ്യധാര ഒരുക്കുന്ന ശ്രോതാക്കളുടെ കുടുംബ സംഗമമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റെ കഥകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ വരുന്ന പറയല്ലേ, അതിനൊരു പേരുണ്ടല്ലോ രാജശ്രീ, മധുരാരവം 2025. അതെ, മറന്നുപോയി അല്ലേ? ശ്രോതാക്കൾക്ക് പാട്ട് പാടാം, കഥ പറയാം, ഡാൻസ് കളിക്കാം, എന്തൊക്കെ പ്രോഗ്രാംസുകളാണോ ഉള്ളത് അതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇന്നത്തെ മധുരാരവം. അത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് സൂര്യ. എത്രമാത്രം നമ്മുടെ റേഡിയോ മലബാറിനെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു കൂട്ടായ്മയും അവരുടെ സംഗമവും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും. രാവിലെ തന്നെ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലേ? അതായത് കൈകൊണ്ട് എഴുതി ഹാപ്പി ബർത്ത്ഡേ റേഡിയോ മലബാർ എന്ന് എഴുതിയിട്ട് അതൊരു ഫ്രെയിമിനുള്ളിലാക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് അതിന്റെ ബോർഡേഴ്സിലൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ബോക്സ് ചോക്ലേറ്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. എല്ലാവരും അതിനെ സ്നേഹത്തോടുകൂടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു ആത്മധൈര്യം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ആ ഒരു രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു ഊർജ്ജം. മറ്റൊരു പ്രത്യേകത രാജശ്രീ, ഇവിടെ ആൾക്കാർ വരുമ്പോഴേ വന്നിറങ്ങുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കുന്നത് ഇന്നയാളല്ലേ. ശബ്ദം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള അത് ഭയങ്കര ഒരു ഇതാണ് അല്ലേ ലഗേജ്. അപ്പം ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. ഒരുപാട് എക്സൈറ്റഡ് ആണ് നമ്മള്. തീർച്ചയായിട്ടും ഇനി എന്തൊക്കെ ഗിഫ്റ്റുകൾ കിട്ടും, എന്തൊക്കെ പറയും, എന്തൊക്കെ കേൾക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഞങ്ങളുടെ കൂടെ നിങ്ങളും കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ കീപ് വാച്ചിങ്. ദിസ് ഈസ് രാജാപ്പാട്ട്. ഇൻട്രൊഡക്ഷൻ കണ്ടല്ലോ അല്ലേ? ശ്രവ്യധാര മധുരാരവം 2025 സെലിബ്രേഷൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി എടുത്ത ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണത്. ഇതെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ആ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് എനിക്കൊരു ഇൻട്രോ വേണം, എല്ലാവരും ഓടി വാന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും കൂട്ടി പോയിട്ട് ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തത്. ആക്ച്വലി ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. രാജശ്രീ അല്ലേ, അല്ലെങ്കിൽ അശ്വിനി അല്ലേ, സൂര്യ അല്ലേ, ചന്ദ്രലേഖ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക, പരിചയപ്പെടുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ തരിക, മിഠായികൾ തരിക. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ അതിനൊക്കെ. അങ്ങനെ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോയി. റേഡിയോ മലബാർ സ്റ്റുഡിയോൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ സ്റ്റേജ്, ജസ്റ്റ് നടക്കേണ്ട ദൂരം മാത്രം. അങ്ങോട്ട് പോയി പല VIPസിനെയും വെൽക്കം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പ്രോഗ്രാമൊക്കെ നടത്തുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട് ആൾക്കാർ. അങ്ങനെ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറേശ്ശെയായിട്ട് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിയുന്നത്. പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം ആങ്കറിങ് ചെയ്യലും അതുപോലെ തന്നെ ഫുട്ടേജ് എടുക്കലും എനിക്കങ്ങനെ അത്ര എളുപ്പമായിരുന്നില്ല. പിന്നെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് ഫോണും എടുത്തിട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് അത്യാവശ്യം ചമ്മലുണ്ട് താനും. അത് കാരണം എടുത്ത ക്ലിപ്പുകളൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല. ഞാനൊരു നല്ല വീഡിയോഗ്രാഫർ ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. വെജ് ബിരിയാണിയും ഗോബി മഞ്ചൂരിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അടിപൊളി ഫുഡായിരുന്നു. അപ്പം പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ കുത്തിരുന്ന് സ്പേസ് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ വീഡിയോ, അതായത് ഇന്നലത്തെ രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊരു കൺക്ലൂഷനൊക്കെ എടുത്തു വെച്ചു. അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ ഗായ്സ്, പരിപാടികളൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സെലിബ്രേഷൻ വീഡിയോ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഞാനിത് എന്തായാലും അപ്ലോഡ് ചെയ്യും. ഹാപ്പിയാണ് എന്തായാലും. സെയിം ടൈം നല്ല ടയേർഡുമാണ്. സോ താങ്ക് യു സോ മച്ച്. റേഡിയോ മലബാറിൻ്റെ മധുരാരവം 2025 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തു, അത് ചീറ്റിപ്പോയി, അത്രേ ഉള്ളൂ. എടുത്ത വീഡിയോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കോർത്തിണക്കിയിട്ടുണ്ട്. 200 പേരെ പ്രതീക്ഷിച്ച പരിപാടിയിൽ 400ഓളം പേരെ പങ്കെടുപ്പിക്കാൻ ശ്രവിധാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താ പറയുക എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് കാണാനും ഉണ്ട്. അൾട്ടിമേറ്റ് നന്ദി എനിക്ക് റേഡിയോ മലബാറിനോടാണ്. കാരണം റേഡിയോ മലബാർ ഇല്ലായിരുന്നെങ്കിൽ ഈ സ്നേഹമൊന്നും അനുഭവിക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും ഒരുപാട് കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ എന്ത് പറയും? നാളെ എന്തെങ്കിലും പറയാൻ വിഷയം വേണ്ടേ? അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ.